എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. Sky Wave Water and Amusement Park, Kakkadampoyil, Valamthood, Malappuram. Shobika Weddings, Kozhikode, Kalyangad, Koilandi, Kuttiyadi, Nilambur. കോഴിക്കോട് കക്കാടംപൊയിലുള്ള ഏദൻ ഗാർഡൻ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ ഓടക്കായത്ത് കിണറ്റിൽ കാട്ടാന വീണ സംഭവത്തിൽ കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് വനം വകുപ്പ്. മലപ്പുറം കളക്ടറേറ്റിൽ വനം വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, കർഷകരുടെ പ്രതിനിധികൾ എന്നിവർ നടത്തിയ ചർച്ചയിലാണ് നടപടി ഉണ്ടായത്. ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ ഓടക്കായത്ത് കിണറ്റിൽ കാട്ടാന വീണ സംഭവത്തിൽ കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് വനം വകുപ്പ്. മലപ്പുറം കളക്ടറേറ്റിൽ വനം വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, കർഷകരുടെ പ്രതിനിധികൾ എന്നിവർ നടത്തിയ ചർച്ചയിലാണ് നടപടികൾ ഉണ്ടായത്. ആന കിണറ്റിൽ വീണ കിണറിന്റെ ഉടമയായ കൂരങ്കല്ലിൽ സണ്ണിക്ക് നഷ്ടപരിഹാരമായി 1.5 ലക്ഷം രൂപ കൈമാറി. കാർഷിക വിളകളുടെ നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കാനും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവർക്ക് നൽകുന്ന നഷ്ടപരിഹാര തുക 10 ലക്ഷത്തിൽ നിന്ന് 11 ലക്ഷമാക്കാനും തീരുമാനിച്ചു. കൂടാതെ വനം വകുപ്പ് ഫണ്ടിൽ 7.5 കിലോമീറ്റർ സോളാർ വൈദ്യുത വേലി പ്രദേശത്ത് നിർമ്മിക്കും. ഒരാഴ്ചക്കുള്ളിൽ എസ്റ്റിമേറ്റ് നടപടികൾ പൂർത്തിയാക്കി ടെൻഡർ നടത്തുമെന്ന് DFO അറിയിച്ചു. പ്രദേശവാസികളുടെ സഹായത്തോടെ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് അവരുടെ സഹായത്തോടെ ഫെൻസിംഗ് പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകും. വനം RRTയുടെ നേതൃത്വത്തിൽ 50 പേരടങ്ങുന്ന പെട്രോളിംഗ് സംഘം പ്രദേശത്ത് പെട്രോളിംഗ് നടത്തും. കിണറ്റിൽ വീണ കാട്ടാനയെ നിലവിൽ കാട് കയറ്റിയിട്ടുണ്ട്. ജനവാസ മേഖലയിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നതിനായി 2 കുങ്കിയാനകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കൃഷികൾ ഇൻഷുറൻസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾക്ക് ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിക്കും. ജലരോഷം അതിശക്തമായ സാഹചര്യത്തിലാണ് വനം വകുപ്പിന്റെ നടപടി. ഇത് കൂടാതെ ആ ഭാഗത്തിലെ ഉള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഉള്ള ഒരു കൃഷിനാശത്തിന് വേണ്ടിയുള്ള ഒരു ഇൻഷുറൻസ് പ്രോഗ്രാംസ് ഉണ്ട്. അതിൽ അവർക്ക് കുറച്ച് കൂടുതൽ പൈസ കിട്ടും. അപ്പോൾ അതിൽ അവരെ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്സും കൂടി ഒരു ക്യാമ്പയിനും കൂടി ചെയ്യാനുള്ള ഒരു തീരുമാനം കൂടി ഈ മീറ്റിംഗിൽ എടുത്തു. അപ്പോൾ അത് മാത്രമല്ല, ആ ഒരു സോളാർ ഫെൻസിങ് ചെയ്യും. അത് ഒരു നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി ചെയ്യുകയും അത് നാട്ടുകാരോട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള രീതിയിൽ അവിടെ ഉള്ള ആൾക്കാരുടെ ഒരു പങ്കാളിത്തത്തോടു കൂടി ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു രീതിയിൽ ഒരു ജനകീയ കൂട്ടായ്മ രൂപീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ടാകുന്നത് നമ്മൾ ഈ ഒരു മീറ്റിംഗിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇതാണ് മെയിൻ. ഇല്ല, ഇത് കുട്ടിയാണെങ്കിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇത് പാപ്പാന്മാർ ആ ഏരിയ ഇത് ചെയ്യുന്നുണ്ട്. ചെയ്തിട്ട് ഇനിയും ആനയെ ഇതാക്കാനുള്ള ഇത് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ഡേറ്റ അനുസരിച്ച് നോക്കുമ്പോൾ ആ പ്രദേശത്ത് വീണ്ടും വന്നിട്ടില്ല. അത് ഇമീഡിയറ്റായിട്ട് വന്നാൽ തിരിച്ച് ഡീപ്പ് ഫോറസ്റ്റിലേക്ക് നമുക്ക് കേൾക്കാനുള്ള ഇത് നടപടി നമ്മൾ സ്വീകരിക്കും. ഫെൻസിങ് ഇന്ന് ചീഫ് വൈൽഡ് വാർഡന്റെ നിർദ്ദേശപ്രകാരം വനം വകുപ്പിന്റെ ഫണ്ടിൽ തന്നെ ഈ ഫെൻസിങ് ഉടനെ തന്നെ ചെയ്യാനുള്ള നിർദ്ദേശമാണ് ചീഫ് വൈൽഡ് വാർഡ്. അപ്പോൾ നാളെ തന്നെ ഇവരുമായി ചെന്ന് ഞങ്ങളുടെ ആളുകൾ ഫെൻസിങ്ങിൻ്റെ അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്യുകയും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഫെൻസിങ്ങിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡർ ചെയ്യും. ഇപ്പോൾ നിലവിൽ അവിടെ കുങ്കിയാനകൾ വന്നിട്ടുണ്ട്. കുങ്കിയാനയുടെ പാപ്പാന്മാർ ഏത് ഡയറക്ഷനിലാണ് പെട്രോൾ നടത്താൻ വേണ്ടി ഇരിക്കുന്നുള്ള അത് നിരീക്ഷിച്ചു വരാണ്. നാട്ടുകാരുടെ സഹകരണം ഞങ്ങൾക്ക് വളരെ കാര്യമായിട്ട് ലഭിക്കുന്നുണ്ടായാലും ഇന്ന് വൈകുന്നേരം തൊട്ട് കുങ്കിയാന പെട്രോളിങ് നമുക്കവിടെ തുടങ്ങും. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 20ഓളം ആളുകൾ അവിടെ നമ്മുടെ ഫോറസ്റ്റ് സ്റ്റാഫ് അവിടെ സ്ഥിരമായി വിജിലൻ്റ് ആയിട്ടുണ്ട്. ഇന്നലെ പേടിച്ചു പോയ ആന വിസിനിറ്റിയിലേക്ക് ഇപ്പോൾ തൽക്കാലം വന്നിട്ടില്ല. നമ്മളിപ്പോഴും പെട്രോളിങ് കണ്ടിന്യൂ ചെയ്യാണ്. വൈകുന്നേരം തൊട്ട് കുങ്കിയാന പെട്രോളിങ് നമുക്ക് ഇവർ പറഞ്ഞ 4 കാര്യങ്ങളിലും നമ്മളിൽ കഴിയാവുന്ന സ്പീഡിൽ നമ്മൾ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് വനംവകുപ്പിൽ ഇനിയും നമുക്ക് എന്ത് ചെയ്യാവുന്നതും വനംവകുപ്പിന്റെ ഭാഗത്ത് ഇനിയും ഇവർക്ക് വേണ്ടി ചെയ്യാൻ വനംവകുപ്പിന് സന്തോഷമുണ്ട്. കാട്ടാനശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിൽ വനം വകുപ്പിനെതിരെ ജനങ്ങൾക്കിടയിൽ അമർഷം പുകയുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടക്കം വരാനിരിക്കെ ജനരോക്ഷം കുറയ്ക്കാൻ സർക്കാരും വനം വകുപ്പും അതിവേഗ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും വന്യമൃഗശല്യം തടയാൻ ഫലപ്രദമായ നടപടികൾ ഉണ്ടാകുന്നില്ല. കാട്ടാനകളെ ഉൾപ്പെടെ ഉൾവനത്തിലേക്ക് എത്തിക്കാനും അവർക്ക് ഭക്ഷണവും വെള്ളവും ഒരുക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഫണ്ട് കണ്ടെത്തി നടപടികൾ എടുക്കാനാണ് സർക്കാരും വനം വകുപ്പും ശ്രമിക്കേണ്ടത്. ജില്ലാ കളക്ടർ PR വിനോദ്, നിലമ്പൂർ നോർത്ത് DFO കാർത്തിക്, സൗത്ത് DFO ധനിക് ലാൽ, പെരിന്തൽമണ്ണ സബ് കളക്ടർ, ഊർങ്ങാട്ടിരി പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡംഗങ്ങൾ, കർഷക പ്രതിനിധികൾ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു.
A+ വിഷൻ മലപ്പുറം. കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടംപൊയിലിൽ അപൂർവതയുടെ വിസ്മയം മിഴിതുറക്കുന്നു. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്. ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ വേറിട്ട അനുഭവം. ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ്. ടോപ്പ് സ്പിൻ, റിവോൾവിംഗ് ടവർ, ഡിസ്കോ മാജിക് കോസ്റ്റർ, അക്വാ ലൂപ്പ് റോക്കറ്റ്, വേവ് പൂൾ, ഫാമിലി പൂൾ, കിഡ്സ് പൂൾ, അഡൽട്ട് പൂൾ, ചിൽഡ്രൻ സ്പ്ലാഷ്, ഫാമിലി സ്പ്ലാഷ് സ്ലൈഡ്, ഓപ്പൺ ബോഡി സ്ലൈഡ്, ക്ലോസ്ഡ് ബോഡി സ്ലൈഡ്, 16D തിയേറ്റർ, ചിൽഡ്രൻസ് പാർക്ക്, സിപ്പ് ലൈൻ, സിപ്പ് സൈക്കിൾ, ഫ്ലൈ കാർപ്പറ്റ് തുടങ്ങി 60ഓളം റൈഡുകളുടെ വിസ്മയ ലോകമൊരുക്കി സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം.